Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വോളിയം എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സോളിഡ് ഫിഗേഴ്സിന്റെ വോളിയം എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ്. ഓക്കെ, ഏതൊക്കെ ഫിഗേഴ്സ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്? ക്യൂബ്, ക്യൂബോയിഡ്, അതുപോലെ തന്നെ സിലിണ്ടർ, കോൺ, സ്പിയർ ആൻഡ് ഹെമിസ്പിയർ. അപ്പം ഇവരുടെ എല്ലാവരുടെയും വോളിയത്തിന്റെ ഇക്വേഷൻ അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. എന്താണ് ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ? ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂബ് ആണ്. ആൻഡ് ക്യൂബോയിഡിന്റെ വോളിയം ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇനി സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ദെൻ പിന്നെ നെക്സ്റ്റ് എന്താണ് വരുന്നത്? നമ്മുടെ റൈറ്റ് സർക്കുലർ കോൺ അല്ലെ. കോണിന്റെ കേസിൽ വോളിയം കാണാൻ സിലിണ്ടറിന്റെ ഇക്വേഷന്റെ കൂടെ ഒരു 1/3 കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് സ്പിയർ ആൻഡ് ഹെമിസ്പിയർ. സ്പിയറിന്റെ കേസിൽ 4/3 പൈ ആർ ക്യൂബ്, ഹെമിസ്പിയറിന്റെ കേസ് ആകുമ്പോൾ അത് 2/3 പൈ ആർ ക്യൂബ് ആയിട്ട് മാറും. സോ ഇതാണ് നമ്മുടെ സോളിഡ്സിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, ടോട്ടൽ നമുക്ക് 6 സോളിഡ്സ് ഒബ്ജക്ട്സ് വരുന്നുണ്ട്, അതിന്റെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവാം അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ദി ക്വസ്റ്റ്യൻ ഇസ്, എ ജ്യൂസ് സെല്ലർ വാസ് സർവിംഗ് ഹിസ് കസ്റ്റമേഴ്സ് യൂസിംഗ് ഗ്ലാസസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അതായത് ഒരു ജ്യൂസ് ഷോപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജ്യൂസ് സെല്ലർ ആൾക്ക് കസ്റ്റമേഴ്സിന് ജ്യൂസ് കൊടുക്കുന്ന ഒരു ഗ്ലാസ്, നമ്മൾ ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുക്കുന്നു അല്ലെ, ആ ഗ്ലാസിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ആ ഫിഗർ നെക്സ്റ്റ് പേജിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത്, കാണുന്നുണ്ടോ? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എന്ത് ഷേപ്പാണ് വരുന്നതെന്ന്? ഇത് നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല എന്ത് ഷേപ്പാണ്? ഇവിടെ ഒരു സിലിണ്ടർ ഷേപ്പ് ഉണ്ട് അല്ലെ, സിലിണ്ടർ ഉണ്ട്. ദെൻ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു ഹെമിസ്ഫിയർ വരുന്നുണ്ട്, കണ്ടോ? ഹെമിസ്ഫിയർ. അപ്പൊ ഇതിങ്ങനെ ഉള്ളോട്ടാണ് നിൽക്കുന്നത് അല്ലെ, പുറത്തോട്ട് ഇങ്ങനെ ഹെമിസ്ഫിയർ ആയിട്ടല്ല, ഉള്ളിലോട്ടാണ് ഹെമിസ്ഫിയർ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലിങ്ങനെ ജ്യൂസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത്ര പോർഷനിൽ ജ്യൂസ് ഉണ്ടാവോ? ഇല്ല, ഇതൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് അല്ലെ. നമ്മൾ കാണാറുണ്ട് ജ്യൂസ് ഒക്കെ കുടിക്കാൻ പോകുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലായാലും ഡിഫറെന്റ് ടൈപ്പ് സ്റ്റൈൽസിൽ വരുന്ന ഗ്ലാസസ്. സോ ആ ഗ്ലാസ്സിൽ ചിലപ്പോ ഗ്ലാസ് നല്ല വലുതായിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിലെ കപ്പാസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ദാ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണെങ്കിലും ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. സോ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ജ്യൂസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പോർഷനിലേ ഉണ്ടാവുള്ളൂ ജ്യൂസ് അല്ലെ. ഗ്ലാസ് നോക്കിയിട്ട് കാര്യമില്ല, ജ്യൂസിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇവിടെ എന്താ ചോദിച്ചത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് നോക്കാം. നോക്കിക്കേ, ദി ഇന്നർ ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ ഗ്ലാസ് വാസ് 5 സെന്റിമീറ്റർ. നമ്മുടെ സിലിണ്ടർ ഗ്ലാസിന്റെ ഇന്നർ ഡയമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ സിലിണ്ടറിന്റെ നമുക്കറിയാം ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? സർക്കിൾ ഷേപ്പ് ആണ്. അപ്പൊ അവിടെ എന്തായാലും ഡയമീറ്റർ ഉണ്ടാവും, അത് 5 ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിഗറിൽ പോയിട്ട് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഡയമീറ്റർ ആണ് കൊടുത്തത്. ഈ ഡയമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഡി 5 സെന്റിമീറ്റർ ആണെങ്കിൽ അവിടെ ആർ എന്തായിരിക്കും? ഡിയുടെ ഹാഫ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് 2.5 ആയിരിക്കും. 2.5 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദി ഇന്നർ ഡയമീറ്റർ നമ്മൾ പറഞ്ഞു. ദെൻ ബട്ട് ദി ബോട്ടം ഓഫ് ദി ഗ്ലാസ് ഹാഡ് എ ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പൊസിഷൻ. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ ആദ്യ ഫിഗർ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായല്ലേ, അത് അവര് ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടത്തിൽ ഒരു ഹെമിസ്ഫിയർ പാർട്ട് വരുന്നുണ്ട്. ദെൻ വിച്ച് റെഡ്യൂസ് ദി കപ്പാസിറ്റി ഓഫ് ദി ഗ്ലാസ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്ലാസിന്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഹെമിസ്ഫിയർ ഇങ്ങനെ അതിന്റെ താഴെ വന്നതുകൊണ്ട് അത് ഉള്ളിലാണ് വന്നത്. പുറത്താണെങ്കിൽ നോ പ്രോബ്ലം, പക്ഷെ പുറത്താണെങ്കിൽ ആ ഗ്ലാസ് അവിടെ നിൽക്കില്ല, അതൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇവിടെ ഉള്ളിൽ വന്നതുകൊണ്ട് അവിടെ കപ്പാസിറ്റി ആണ് പോകുന്നത്, നമ്മുടെ ഗ്ലാസിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും. Then if the height of the glass was 10 centimeter, നമ്മുടെ ഗ്ലാസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്.
ദി അപ്പാരന്റ് കപ്പാസിറ്റി ഓഫ് ദി ക്ലാസ് ആൻഡ് ഇസ് ആക്ച്വൽ കപ്പാസിറ്റി. അപ്പൊ നമ്മളോട് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്ലാസിന്റെ ആക്ച്വൽ കപ്പാസിറ്റിയും അപ്പാരന്റ് കപ്പാസിറ്റിയും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ യൂസ് പൈ ഇസ് ഈക്വൽ ടു 3.14 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പൈയുടെ വാല്യൂ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ വാല്യൂ വേണം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും പോയിട്ട് നമ്മൾ 22/7 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 3.14 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫിഗറിൽ നോട്ട് ചെയ്യാനുള്ള അടുത്ത വാല്യൂ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ക്ലാസ് വാസ് 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റും കൂടെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്ലാസ്. അപ്പൊ ഈ ഗ്ലാസിന്റെ ഹൈറ്റ് ഇതാ ഇവിടെയാണ് ഹൈറ്റ് വരിക അല്ലെ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി. എന്താ മനസ്സിലാവുന്നത് അവിടുന്ന്? നമ്മുടെ ഈ ഒരു സിലിണ്ടർ അല്ലെ, ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്. ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് സിലിണ്ടർ തന്നെയാണ് വരുന്നത്, അതിന്റെ ഉള്ളിലാണ് ഹെമിസ്ഫിയർ വരുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഹെമിസ്ഫിയറിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 2/3 πr³ ആണ്. അവിടെ r മാത്രം മതി, h വേണ്ട അല്ലെ. അപ്പൊ ഈ ഹെമിസ്ഫിയറിൽ എടുത്തു കഴിഞ്ഞാലും ഈ സിലിണ്ടറിന്റെ അതേ റേഡിയസ് തന്നെയാണ് ഇവിടെയും വരിക അല്ലെ. നമുക്ക് ഡയമീറ്റർ 5 ആണ്, അപ്പൊ റേഡിയസ് എന്തായിരിക്കും? 2.5 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് വരുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസിന്റെ ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പ് ഇൻസൈഡ് വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി ചെയ്യണം. അതുപോലെ തന്നെ അപ്പാരന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെറിക്കൽ ഷേപ്പ് വരുമ്പം വരുന്ന കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞു ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യണം. ദെൻ അതിനുശേഷം ഈ ഒരു പാർട്ട് അവിടുന്ന് ഒഴിവാക്കണം അല്ലെ. ഈ ഒരു ഹെമിസ്ഫിയർ ഇവിടെ മാത്രമേ നമുക്ക് എന്ത് ഫില്ല് ചെയ്യുള്ളൂ? നമ്മളെ ജ്യൂസ് ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ടോട്ടൽ എടുത്തതിന് ശേഷം ഈ ഒരു പോർഷൻ അവിടെ മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ അപ്പാരന്റ് ആയിട്ട് വരുന്നതിന്റെ എന്ത് കിട്ടുള്ളൂ? വോളിയം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം ഈ ഒരു സിലിണ്ടർ ആണ്, ഈ ഒരു ഹെമിസ്ഫിയർ ഇല്ല ഇവിടെ എങ്കിൽ ഈ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി എത്രയാ നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ കപ്പാസിറ്റി കാണണം അല്ലെ. സിലിണ്ടർ ഗ്ലാസ് ഹെമിസ്ഫിയർ വരുന്നില്ല, അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഒരു ആക്ച്വൽ ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ് അല്ലെ, ആക്ച്വൽ ഗ്ലാസിന്റെ കപ്പാസിറ്റി. അതുപോലെ അപ്പാരന്റ് ആയിട്ട് വരുന്ന കപ്പാസിറ്റിയും കാണണം. അപ്പൊ നമുക്ക് സിലിണ്ടർ ഗ്ലാസിന്റെ കപ്പാസിറ്റിയാണ് ആദ്യം ഫൈൻഡ് ചെയ്യുന്നത്. ഗ്ലാസ് കപ്പാസിറ്റി. അപ്പൊ സിലിണ്ടർ ഗ്ലാസിന്റെ കപ്പാസിറ്റി കാണണമെങ്കിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന്റെ മീനിങ് നമുക്കറിയാം. സോ അവർ വോളിയം അല്ലെ. വോളിയം ഇസ് ഓൾസോ ടേംഡ് ആസ് കപ്പാസിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് വോളിയം ചെയ്യാം. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. സോ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? സിലിണ്ടറിന്റെ വോളിയം ഇസ് πr²h. അപ്പൊ നമുക്കിവിടെ πr² h എന്ന് എഴുതാം. നമുക്ക് ഓൾറെഡി r അറിയാം, h അറിയാം, എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം ഇസ് ഈക്വൽ ടു, അതുപോലെ തന്നെ പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3.14 ഇൻറ്റു ദെൻ r ഇസ് 2.5. അപ്പൊ ഇവിടെ 2.5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 2.5 ഇൻറ്റു 2.5 എന്താണ്? 5 ആണ്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റയടി അങ്ങ് 5 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഹൈറ്റ് ആണ്. സോ ഹൈറ്റ് ഇസ് 10. ഓക്കെ, സിലിണ്ടറിന്റെ ഹൈറ്റ് 10 ആണ്. ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എഴുതാം. ഇവിടെ 3.14 ഇൻറ്റു 5 ഇൻറ്റു 10. സോ ആൻസർ ഇസ് 157. നമുക്ക് 157 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 157 സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എന്ത് കിട്ടിയത്? നമ്മുടെ വോളിയം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്ത് തന്നു? ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാം. എന്നിട്ട് നമ്മുടെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഈ ഒരു വോളിയത്തിന് അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇപ്പൊ ഒറിജിനലി ഉള്ള ആ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം.
Then next is hemisphere volume. നെക്സ്റ്റ് നമ്മൾ ഹെമിസ്ഫിയർ ആണ് ചെയ്യുന്നത്. സോ അപ്പൊ ഹെമിസ്ഫിയർ ഇതിന്റെ വോളിയം എന്താണ്? B is equal to 2/3 pi r cube. 2/3 pi r cube ആണ്. 2/3 pi r cube. So r എന്താണ്? 2.5 ആണ്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 into ഇവിടെ നമ്മളോട് 3.14 ആണ് പറഞ്ഞത്. അപ്പൊ 3.14 into 2.5 into 2.5 into 2.5. ഓക്കെ, നമുക്ക് ക്യൂബ് ആണ്, അതുകൊണ്ടാണ് 2.5 എടുത്തത്. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? 3 വെച്ചിട്ട് എന്തായാലും ക്യാൻസലിംഗ് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം കിട്ടും. So 2 into 3.14 into 2.5 into 2.5 into 2.5 into 2.5. So answer is 98.125 ആണ് കിട്ടിയത്. Then that number divided by 3 ചെയ്യണം. അപ്പോൾ divided by 3 ചെയ്യുമ്പോൾ നമുക്ക് 32.70 ആണ്. നമുക്ക് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. അപ്പൊ 32.70 സെന്റിമീറ്റർ ക്യൂബ്. So this is the spherical part volume. Okay, ഇത് spherical പാർട്ടിന്റെ വോളിയം ആണ്. അപ്പൊ നമ്മളോട് ഇവിടെ നമ്മുടെ ആക്ച്വൽ ആയിട്ട് വരുന്ന നമുക്ക് അവിടെ ഒരു സ്പെറിക്കൽ ഷേപ്പ് ഇല്ലെങ്കിൽ കപ്പാസിറ്റി നമ്മൾ ചെയ്തു 157 സെന്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് ഇതിൽ എത്ര ജ്യൂസ് ഫിൽ ആവുമെന്നും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഇത് നമുക്ക് സ്പെറിക്കൽ ഷേപ്പ് നമ്മളിപ്പോ ജ്യൂസ് ഷോപ്പിൽ ആ സെല്ലർ സെല് ചെയ്യുന്ന ഗ്ലാസിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അല്ലെ, അതാണ് എത്ര ജ്യൂസ് അതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കാണണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒറിജിനലി വരുന്നതിന്റെ അകത്ത് സിലിണ്ടർ ഷേപ്പിന്റെ വോളിയത്തിൽ നിന്ന് ഈ ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ വോളിയത്തിനെ മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ആക്ച്വൽ ആയിട്ട് വരുന്ന ഈ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ആക്ച്വൽ ഗ്ലാസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഗ്ലാസ് കപ്പാസിറ്റി is equal to സിലിണ്ടറിന്റെ 157 ആണ്. സോ ദിസ് 157 മൈനസ് then spherical പാർട്ടിന്റെ 32.70 എന്ത് ചെയ്യുക? അവിടെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 157 മൈനസ് 32.70 ആണ് കേട്ടോ. 32.70 അത് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് 157 minus 32.70. So answer is 124.3. Okay, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 124.3 സെന്റിമീറ്റർ ക്യൂബ്. So this is the juice glass volume അല്ലെ. നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ഇതാണ്, ഇതിന്റെ വോളിയം, അതായത് എത്ര ജ്യൂസ് അതിൻ്റെ അകത്ത് നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും? 124.3 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അത്രയും ജ്യൂസ് ആണ് നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മളോട് ഇതിൽ എത്ര ലിറ്റർ എന്നോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് യൂണിറ്റിന്റെ പ്രോബ്ലം ഇല്ല. ചില ക്വസ്റ്റ്യനിൽ നമ്മളോട് അങ്ങനെ ചോദിക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എന്തായാലും സെന്റിമീറ്റർ, വാല്യൂസ് സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും വോളിയം. ചിലപ്പോൾ ഇൻ കേസ് അവിടെ പറയും, ഇപ്പൊ എത്ര മിൽക്കിന്റെ ഒക്കെ കേസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സർഫസ് ഏരിയയിലൊക്കെ എത്ര വോളിയം എന്ന് പറയുന്നത് ലിറ്ററിൽ എത്ര ലിറ്റർ മിൽക്ക് ആണ് അതിൽ ഫിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസിന്റെ ഈ ഒരു ജ്യൂസ് സെല് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ്സിൽ എത്ര ജ്യൂസ് ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും? 124.3 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇവിടെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് ആണ് ചെയ്തത്, സിലിണ്ടർ ആൻഡ് ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പം ഈ ഒരു ജ്യൂസ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് നോക്കണം. ഓക്കെ, ദെൻ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ സോളിഡ് ഇസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ. ഒരു സോളിഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അത് എന്തിന്റെ ഷേപ്പാണ്? കോണിന്റെ ഷേപ്പാണ്. സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. എവിടെയാണ് കോൺ നിൽക്കുന്നത്? ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിലാണ്. സ്റ്റാൻഡിങ് ഓൺ ആൻ ഹെമിസ്ഫിയർ. ഓക്കെ,
അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചു നോക്കിയാലോ, എങ്ങനെയാ നമ്മുടെ ഫിഗർ വരുന്നതെന്ന്. So ഒരു hemisphere. So this is hemisphere and cone starting on an hemisphere. So അപ്പൊ നമുക്കൊരു കോൺ വരയ്ക്കണം അല്ലെ, കോൺ. സോ ഈ ഒരു ഫിഗർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ സർഫസ് ഏരിയയിൽ നമ്മൾ ഒരു ടോയ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോ കണ്ട ഒരു ടൈപ്പ് ഓഫ് ഫിഗർ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ടോയ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഹെമിസ്ഫിയർ, ദെൻ അതിന്റെ മുകളിൽ ഒരു കോൺ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ എന്താ പറയുന്നത്, വിത്ത് ബോത്ത് ദെയർ റേഡിയസ് ബീങ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇവിടെ രണ്ടിന്റെയും റേഡിയസ് എന്താണ്, 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ റേഡിയസ്. അപ്പൊ നമുക്ക് r is equal to 1 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി കോൺ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് റേഡിയസ്. അതുപോലെ തന്നെ കോണിന്റെ ഹൈറ്റും റേഡിയസിനോട് ഈക്വൽ ആണ്. അപ്പൊ കോണിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി ഹൈറ്റ് ഓഫ് കോൺ. ഈ കോണിന്റെ ഹൈറ്റ് എന്താണ്, റേഡിയസിനോട് സെയിം എന്ന് പറഞ്ഞാൽ അവിടെ അതും 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ഇൻ ടേംസ് ഓഫ് പൈ. ഇതാണ് സോളിഡ് എന്ന് പറയുന്നത്. ഇവിടെ ടോയ് എന്നൊന്നല്ല പറയുന്നത്, ദിസ് ഇസ് എ സോളിഡ്. ഇവിടെ ഒരു സോളിഡ് ആണ്. സോ ദി സോളിഡ് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് കോൺ ആൻഡ് ഹെമിസ്ഫിയർ. ദെൻ ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ്, ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. ആൻഡ് സോളിഡ് ഇൻ ടേംസ് ഓഫ് പൈ, അതായത് നമ്മൾ ഇവിടെ പൈയുടെ വാല്യൂ കൊടുക്കണ്ട, കാരണം ഇൻ ടേംസ് ഓഫ് പൈയിലാണ് നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ പറയുന്ന സമയത്ത് ഇൻ ടേംസ് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസറിൽ പൈ വേണം, പൈ ആയിട്ട് തന്നെ ഇരിക്കണം, അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയി അല്ലെ, കാരണം നമുക്ക് ഈ വാല്യൂ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, വോളിയം ചെയ്യണം. അപ്പൊ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. സോ അതിന്റെ രണ്ടിന്റെയും വോളിയം അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഈ ഒരു സോളിഡിന്റെ വോളിയം ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വോളിയം ഓഫ് ദി സോളിഡ് ആണ്. അപ്പൊ വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി സോളിഡ് is equal to volume of cone plus volume of hemisphere. So ഇതാണ് എന്ത്, വോളിയം ഓഫ് ദി സോളിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർഫസ് ഏരിയയുടെ കേസിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതിനെ ഔട്ട്സൈഡ് എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏതാണോ സിംപ്ലസ്റ്റ് ആയിട്ട് തോന്നുന്നത്, സോ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് രണ്ട് ആൻസേഴ്സും കൂടെ ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. സോ അപ്പൊ ഫസ്റ്റ് നമ്മുടെ വോളിയം ഓഫ് കോൺ ആണ്. കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് എഴുതാം. ദെൻ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ വോളിയം ആണ്. ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണ്, 2/3 പൈ ആർ ക്യൂബ്. 2/3 പൈ ആർ ക്യൂബ് ആണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 1/3, ഇവിടെ ഒരു 1/3 ഉണ്ട്. അപ്പൊ നമുക്ക് 1/3 ഔട്ട്സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 1/3 എടുത്തതിന് ശേഷം പൈ ആർ സ്ക്വയറിനെ എടുക്കാം. പൈ ആർ സ്ക്വയറിനെ എടുത്തിട്ടും ചെയ്യാം. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ സർഫസ് ഏരിയ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 1/3 പൈ ആർ സ്ക്വയർ എച്ച്, ഇവിടെ പൈയുടെ വാല്യൂ കൊടുക്കണ്ട കേട്ടോ, അങ്ങനെയും കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് ആൻസർ ആയിട്ട്, 1/3 പൈ ആർ. ഇവിടെ ആർ എത്രയാണ്, 1 ആണ്. നല്ല ഈസി അല്ല ചെയ്യാൻ, വാല്യൂസ് ഒക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ, ദെൻ ഹൈറ്റ് ഇസ് ഓൾസോ 1 പ്ലസ് 2/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ 1 ആണ്. ആർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ 1 ആണ്. ഓക്കെ, സോ ഇനി ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, 1/3 പൈ കിട്ടും. കാരണം 1ന്റെ സ്ക്വയർ 1 ആണ്. ഇനി 1 ഏത് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സെയിം ആൻസർ ആണ്. ദെൻ
പ്ലസ് ഇവിടെ ചെയ്യുന്ന സമയത്തോ 1ന്റെ ക്യൂബ് ഇസ് 1 ആൻഡ് 2/3 into പൈ into 1 എന്ന് ചെയ്താൽ ദാറ്റ് ഇസ് 2/3 പൈ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 2/3 പൈ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിപ്പോ സെയിം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. രണ്ടിലും പൈ ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ പൈന് ഒരു വാരിയബിൾ ആയിട്ട് ഇപ്പൊ എക്സ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ 2x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? രണ്ടിലും സെയിം ആയിട്ടുള്ള ഒരു വാരിയബിൾ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 2 and 5. അതുപോലെ തന്നെ വാരിയബിളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. 5 + 2 7x എന്ന് എഴുതാം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെ എന്ത് ചെയ്താൽ മതി? 1/3 പ്ലസ് 2/3. എന്താണ് 1/3 2/3 കൂടെ ആഡ് ചെയ്താൽ രണ്ട് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതോട് ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 + 1 എന്താണ്? 3 ആണ്. അപ്പൊ 3/3 എന്ന് വരും. ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് ആ 3 അങ്ങ് എഴുതി കൊടുത്തു. 2ഉം 1ഉം ആഡ് ചെയ്തപ്പോ 3 കിട്ടി. ദെൻ പൈ രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങ് പൈ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ 3/3 എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം ആയാൽ 1 ആണ് അല്ലെ. അപ്പൊ 1 into പൈ എന്താണ്? പൈ ആണ്. സോ അവർ വോളിയം ഇസ് പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമ്മുടെ സോളിഡ് എങ്ങനെയായിരുന്നു? ദാറ്റ് സോളിഡ് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് cone and hemisphere. Then volume of that solid is pi centimeter cube. പൈ ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇൻ ടേംസ് ഓഫ് പൈ എന്ന് അവിടെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? പൈ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റേച്ചൽ. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ, റേച്ചൽ ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. ഓക്കെ, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ് ആൻഡ് വാസ് ആസ്ക്ഡ് ടു മേക്ക് എ മോഡൽ shaped like a cylinder with 2 cones attached at its 2 ends by using a thin aluminum sheet. അതായത് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ഒരു മോഡൽ പ്രസന്റ് ചെയ്തതാണ്. സോ ആ ഒരു മോഡലിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സിലിണ്ടർ ഉണ്ട്. ദെൻ ആ സിലിണ്ടറിന്റെ രണ്ട് എൻഡിലായിട്ട് ഏത് ഷേപ്പാ വരുന്നത്? കോൺ ആണ് കേട്ടോ. വിത്ത് 2 കോൺസ്, shaped like a cylinder with 2 cones attached at its 2 ends by a thin aluminum sheet. Then the diameter of the model is 3 cm. മോഡലിന്റെ ഡയമീറ്റർ 3 cm ആണ്. മോഡൽ എന്ന് പറയുമ്പോൾ സിലിണ്ടറിന്റെ ഡയമീറ്റർ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലെങ്ത് is 12 cm. ആ ഒരു മോഡലിന്റെ ലെങ്ത് 12 cm ആണ്. Then each cone has height of 2 cm. കോണിന്റെ ഹൈറ്റ് 2 cm ആണ്. Find the volume of air contained in the model that Rachel made. അപ്പൊ വോളിയം ചെയ്യാനാണ് പറഞ്ഞത്. ആ ഒരു മോഡലിന്റെ വോളിയം ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആ മോഡൽ ഒന്ന് വരച്ചു നോക്കണം. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് റഫ് ആയിട്ട് നിങ്ങളൊരു ഫിഗർ വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ റീഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിനൊന്ന് പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ വോളിയം ചെയ്യണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസ്യൂമിംഗ് ദി ഔട്ടർ ആൻഡ് ഇന്നർ ഡയമെൻഷൻസ് ഓഫ് ദി മോഡൽ ടു ബി നിയർലി ദി സെയിം. ഔട്ടറും ഇന്നറും ഡയമെൻഷൻസ് നിയർലി സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം ഡിഫിക്കൽട്ട് ഒന്നുമില്ല, സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പിക്ചർ ഒന്ന് വരയ്ക്കാം. അപ്പൊ ഇവിടെ സിലിണ്ടർ ആയിരുന്നു നമ്മളോട് ഷേപ്പ് പറഞ്ഞത്. അപ്പം നമുക്കൊരു സിലിണ്ടർ ഫസ്റ്റ് വരയ്ക്കണം. സോ ദിസ് ഇസ് ദി സിലിണ്ടർ. ഒരു സിലിണ്ടർ വരുന്നുണ്ട്. ഓക്കെ, സിലിണ്ടർ. ദെൻ അതിന്റെ രണ്ട് എൻഡിലായിട്ട് വിത്ത് 2 കോൺസ് അറ്റാച്ച് അറ്റ് 2 ends. അപ്പൊ കോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോണിന്റെ ബോട്ടം ഈ ഒരു സർക്കിൾ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്താ പറഞ്ഞാൽ നമുക്ക് ഓരോരോ വാല്യൂസ്, അതായത് നമ്മുടെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി മോഡൽ ഇസ് 3 cm. ഇവിടെ ഡയമീറ്റർ, ഇതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇത് 3 cm ആണ്. അതന്നെയാണ് താഴെയും വരുന്നത് 3 cm. അപ്പൊ ഡയമീറ്റർ 3 cm എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 3 cm ആണെങ്കിൽ നമ്മുടെ ആർ എന്തായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഡയമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 1.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഹിറ്റ്സ് ലെങ്ത് ഇസ് 12 cm. ഈ മോഡലിന്റെ ലെങ്ത്, അതായത് മോഡലിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മോഡൽ എൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. ദിസ് ഇസ് 12 cm. ഓക്കെ,
ഇതാണ് 12 സെന്റിമീറ്റർ വരുന്നത്. ദെൻ ദി ഹൈറ്റ് ഓഫ് ദി കോൺ ഇസ് 2 സെന്റിമീറ്റർ. കോണിന്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് 2ഉം അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഹൈറ്റ് 2 ആണ്. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിലിണ്ടറിന്റെ ഹൈറ്റ് ചെയ്യുവാന് ഈസിയാണ്. കാരണം സിലിണ്ടറിന്റെ രണ്ട് എൻഡിൽ എന്താണ്, കോണാണ്. ആ കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ ഈ ഒരു എൻറ്റയർ സോളിഡിന്റെ ഈ ഒരു മോഡലിന്റെ ഹൈറ്റ് 12 ആണ്. അപ്പം ഈ പാർട്ടിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? എന്താ ഒരു ഹൈറ്റ്? ഇവിടെ ഈ ഒരു ഹൈറ്റ്, നമ്മുടെ ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഒരു ഹൈറ്റ് എന്തായിരിക്കും? ടോട്ടൽ 12, ഇവിടെയും ഇവിടെയും 2, ടോപ്പ് ആൻഡ് ബോട്ടം ഇസ് 2. അപ്പൊ ആ 2 + 2 എത്ര വന്നു? 4 വന്നു. എന്നിട്ട് ഈ 12 4 മൈനസ് ചെയ്താൽ മതിയില്ലേ? മുകളിലെ 2ഉം ഈ 2ഉം ടോട്ടൽ 4. അപ്പൊ ടോട്ടൽ ഈ ഇത്രയും പാർട്ട് 4 വന്നു. നമുക്കറിയാം എൻറ്റയർ മോഡലിന്റെ ഹൈറ്റ് ഇസ് 12. അപ്പൊ 12 4 മൈനസ് ചെയ്താൽ 8. സോ ദി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഇസ് 8 സെന്റിമീറ്റർ. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദി വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദി മോഡൽ. ഈ മോഡലിൽ വരുന്ന എയർ, എത്ര എയർ ആണ് ഈ ഒരു മോഡലിൽ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മൊത്തമായിട്ട് വരുന്ന ഈ ഒരു മോഡലിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ എന്താ പറയാ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇവിടെ നമ്മൾക്ക് സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ കൂടെ 2 ഹെമിസ്ഫിയേഴ്സിന്റെ വോളിയം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫിഗർ ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ഫിഗർ വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്തായിരുന്നു ഫൈൻഡ് ചെയ്യേണ്ടത്? വോളിയം ഓഫ് ദി മോഡൽ. ഓക്കെ, വോളിയം ഓഫ് ദി മോഡൽ is equal to എന്തൊക്കെ ചെയ്യേണ്ടത്? വോളിയം ഓഫ് സിലിണ്ടർ, പ്ലസ് പിന്നെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ്. ബട്ട് ഹിയർ 2 ഹെമിസ്ഫിയേഴ്സ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയർ. സോറി, ഹെമിസ്ഫിയർ അല്ല, ഇവിടെ നമ്മുടെ ഷേപ്പിൽ ഹെമിസ്ഫിയർ ആണോ? അല്ല, കോൺ ആണ്. അപ്പൊ നമുക്ക് കോൺ എന്ന് എഴുതാം. കോൺ. ഓക്കെ, ഷേപ്പ് ഓർക്കണം കേട്ടോ, മറന്നുപോയത് കോൺ ആണ്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? വോളിയത്തിന്റെ ഇക്വേഷൻ കൊടുക്കണം അല്ലെ? നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിന്റെ വോളിയം എന്തായിരുന്നു? πr² ആണ്. അപ്പൊ നമുക്ക് πr² h പ്ലസ് 2 into then വോളിയം ഓഫ് കോൺ ആണ്. കോണിന്റെ വോളിയം എന്താണ്? 1/3 πr² h. 1/3 πr² h ആണ്. ഒന്നെങ്കിൽ ഇവിടെ ഇൻടു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്താലും മതി. ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? πr² h ഇസ് കോമൺ. πr² h കോമൺ ആണ്. ഇത് നമുക്ക് ഇൻടു ചെയ്യാം. ഈ 2നെ ഇവിടെ ഇൻടു ചെയ്താൽ 2 into 1/3 എന്ന് പറയുന്നത് 2/3 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് πr² h പ്ലസ് 2/3 πr² h ആയിട്ട് മാറും. ഓക്കെ, ഈ 2നെ അങ്ങോട്ട് ഇൻടു ചെയ്തു, അപ്പൊ അത് 2/3 ആയി. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് πr² h എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ πr² h അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കണം. കാരണം ഇവിടെ നമുക്ക് h എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്. അത് നമ്മൾ 8 എന്ന് ചെയ്തിട്ടുണ്ട് അല്ലെ? അവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 6 ആണ്. 6 നമുക്ക് രണ്ട് കേസിലും സെയിം അല്ലേ 6? അത് നോക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ അങ്ങനത്തെ കേസ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ സിലിണ്ടറിന്റെയാണ് ആ ഒരു കോണിലും സിലിണ്ടറും ഒരുമിച്ചാണ്, കോമ്പിനേഷൻ ആണ്. അപ്പൊ രണ്ടിലും സർക്കിൾസ് വരുന്നത് കൊണ്ട് ആ 2 സർക്കിൾസ് ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് വൈ ദി R is സെയിം അല്ലെ? രണ്ട് കേസിലും R സെയിം ആണ്, 1.5. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം.
പൈ ആർ സ്ക്വയർ എച്ച് കോമൺ ആണ്. ഞാൻ പൈ ആർ സ്ക്വയർ എച്ചിനെ പുറത്തെടുത്തു. ബാക്കി ഇവിടെ പൈ ആർ സ്ക്വയർ എച്ച് മൊത്തമായിട്ട് എടുത്തത് കൊണ്ട് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ദെൻ പ്ലസ് ഇവിടെ എന്താ ബാലൻസ് ഉള്ളത്? 2/3 മാത്രമേ ബാലൻസ് ഉള്ളൂ. കാരണം ഇവിടെ നമ്മൾ പൈ ആർ സ്ക്വയർ എച്ചിനെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് പൈ നമുക്ക് ഇവിടെ 22/7 കൊടുക്കാം. കാരണം 3.14 എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 22/7 ഇൻറ്റു R 1.5 അല്ലേ? അപ്പൊ 1.5 ഇൻറ്റു 1.5 ദെൻ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ആണ്. അപ്പൊ മാറിപ്പോയിട്ട് 12 എന്ന് കൊടുക്കരുത്. നമ്മളിവിടെ സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. കാരണം പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയം ആണ്. അപ്പൊ അതുകൊണ്ട് എച്ച് കൊടുക്കുന്ന സമയത്ത് സിലിണ്ടറിൻ്റെത് കാണണം. അപ്പൊ അവിടെ ആ ചെയ്ത സ്റ്റെപ്പ് മറന്നു പോവരുത്. ടോട്ടല് 12 ആയിരുന്നു. 2 കോണിന്റെതും 2ഉം വന്നു. അപ്പൊ നമുക്കത് 4 ആയി. ദെൻ 12 നമ്മൾ ആ 4 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് 8 ആയിട്ട് കിട്ടിയത്. സോ ആ 8 ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ ഇത് ചെയ്യണം അല്ലെ? 1 + 2/3. സോ ഇതിന്റെ ആൻസർ എന്താ വരാ? 1 + 2/3 + 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1 3 ആണ്. 3 + 2/3 എന്ന് വരും. ദാറ്റ് മീൻസ് 5/3 അല്ലെ? 5/3 ആണ് വരുന്നത്. അപ്പൊ ഇൻറ്റു 5/3 നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ക്യാൻസലിങ് പോസിബിൾ ആണോ? ഇവിടെ ഒരു ക്യാൻസലിങ് ഉണ്ട്, കണ്ടോ? 3 വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 3യും അതുപോലെ ഇവിടെ 1.5, അതായത് 3ൽ 15 എന്ന് പറയുന്നത് 5 ടൈംസ് ആ. അപ്പൊ അത് 0.5 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇനി ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഓക്കെ, സോ 22 ഇൻറ്റു 1.5 ആണ്. അപ്പൊ 1.5 ഇൻറ്റു 0.5 ഇൻറ്റു 8 ഇൻറ്റു 5. ആൻസർ ഇസ് 660. 22 ഇൻറ്റു 1.5 ഇൻറ്റു 0.5 ഇൻറ്റു 8 ഇൻറ്റു 5, ദാറ്റ് ഇസ് 660. ദെൻ ഡിവൈഡഡ് ബൈ 7. ഇനി നമുക്കൊരു 7 മാത്രമേ ഡിനോമിനേറ്ററിലുള്ളൂ. ആൻസർ 94.28. Okay, so answer 94.28. 94.28. So this is the total volume of that model. Okay, so ഇവിടെ values ഒക്കെ നമുക്ക് സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് റേച്ചൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ആൾ ഉണ്ടാക്കിയ ഒരു മോഡൽ ആയിരുന്നു നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. സോ ദാറ്റ് മോഡൽ ഇസ് ദി കോമ്പിനേഷൻ ഓഫ് സിലിണ്ടർ ആൻഡ് 2 കോൺസ്. ഓക്കെ, സോ അപ്പൊ ടോട്ടൽ അതിൽ എത്ര എയർ ആണ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു മോഡൽ, അതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് അത് വോളിയം കാണാം അല്ലെ? എയർ കണ്ടെയ്ൻഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സോ അത് കപ്പാസിറ്റി ആണ് ചോദിക്കുന്നത്, എത്ര എയർ അതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വോളിയം ചെയ്യണം. ഇവിടെ വോളിയം ചെയ്യുമ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ കൂടെ 2 കോൺസിന്റെ വോളിയം ആഡ് ചെയ്യുമായിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എല്ലാ സ്റ്റെപ്സും ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ കോമൺ ഫാക്ടേഴ്സിന് ഔട്ട്സൈഡ് എടുത്തിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്തത്. നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം സിലിണ്ടറിൻ്റെത് കാണാം, പിന്നെ 2 കോണിൻ്റെത് കാണാം. ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്തതാണ്. 2 കോൺ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു കോൺ, അടുത്ത പ്രാവശ്യം ഒരു കോൺ, അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അഡീഷനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 × എന്ന് പറഞ്ഞിട്ട് വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ദെൻ കോമൺ ഫാക്ടേഴ്സിനെ എടുത്തു. നമുക്ക് 94.28 സെന്റിമീറ്റർ ക്യൂബ്, ദാറ്റ് ഇസ് ദി വോളിയം. അപ്പം ഇത്രയും എയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡലിൽ ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, യെസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 4th ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗുലാബ് ജാം എല്ലാരും കണ്ടിട്ടുണ്ടോ? ഗുലാബ് ജാം കഴിച്ചിട്ടും ഉണ്ടാവും അല്ലെ? കണ്ടിട്ട് മാത്രമല്ല കഴിച്ചിട്ടും ഉണ്ടാവും ഗുലാബ് ജാം. അപ്പൊ നമുക്കറിയാം ഈ ഗുലാബ് ജാം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു അതായത് ഗുലാബ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ കൂടെ എന്തുണ്ടാവും? ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാവും അല്ലെ? നിങ്ങൾ വാങ്ങുമ്പം നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു സംഭവമാണ്. സോ അപ്പൊ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലിക്വിഡ് ഫോം, അത് നമ്മുടെ ഷുഗറിന്റെ സിറപ്പാണ് ആ ലിക്വിഡ് എന്ന് പറയുന്നത്. പിന്നെ ബോൾസ് പോലെ, അല്ലെങ്കിൽ അത് പല ഷേപ്പിലും നമുക്ക് ആ ഒരു ഗുലാം പല ടൈപ്പിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് പല ഷേപ്സിലുണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ഷേപ്പ് എന്താന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ഇതാ ഇവിടെ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫിഗർ ഒക്കെ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഇസ് എ ഗുലാബ് ജാം കണ്ടെയ്ൻ ഷുഗർ സിറപ്പ്. കണ്ടോ, ഷുഗർ സിറപ്പ് ഉണ്ടാവും അപ് ടു അബൌട്ട് 30% ഓഫ് ഇറ്റ്സ് വോളിയം. അപ്പം ഈ ഒരു ഇതിൽ വരുന്ന ഈ ഒരു ഗുലാം ജാമിലെ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഇതിലുണ്ടാവുന്ന ഈ ഒരു ഗുലാമിന്റെ 30% ആണ്. ഓക്കെ, then find approximately how much syrup would be found in 45 gulam jams. 45 ഗുലാം ജാംസ്. ഓക്കെ, 45 ഗുലാം ജാംസ് ആണ് ഈ ഒരു ടിന്നിലുള്ളത് കേട്ടോ. ടോട്ടൽ 45 ആണ്. ദെൻ ഈ ഷേപ്പ് ലൈക്ക് എ സിലിണ്ടർ. അപ്പൊ ഇവിടെ നമ്മൾ സ്പിയർ പോലെയല്ല അല്ലെ, നമ്മൾ അധികം കണ്ടത് സ്പിയറിലുള്ള ഗുലാം ജാംസ് ആണ് കാണാറ്. പക്ഷെ ഇവിടെ നമുക്ക് സ്പിയർ ആയിട്ടല്ല കൊടുത്തത്. എന്തായിട്ട് നമ്മുടെ ഗുലാം ജാം ഇരിക്കുന്നത്? സിലിണ്ടർ ആണ്. സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. അതായത് എന്തുണ്ട്? സിലിണ്ടറും ഉണ്ട്, 2 എൻഡില് ഹെമിസ്ഫെറിക്കൽ ഷേപ്പും ആണ്. നമ്മൾ ക്യാപ്സ്യൂൾ ഒക്കെ ചെയ്തപ്പോ അല്ലെ, നമ്മൾ ക്യാപ്സ്യൂളിൽ എത്ര മെഡിസിൻസ് ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് സർഫസ് ഏരിയയിൽ ചെയ്തപ്പം ഇതുപോലെയായിരുന്നു ഷേപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്യാപ്സ്യൂളിന്റെ. അങ്ങനെയാണ്. ദെൻ ഇവിടെ വിത്ത് ദി ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ ഇസ് 2.8. 2 ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഉണ്ട്, ഈ ഒരു ഗുലാം ജാമിന്റെ ലെങ്ത് ഉണ്ട്. ദെൻ ദി ഡയമീറ്റർ ഉണ്ട് 2.8. അതായത് ഗുലാം ജാമിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഫിഗർ ഉണ്ട്. ഇതാ നമ്മൾ ഈ ഒരു ടിന്നില് ഷുഗർ സിറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഈ ഗുലാം ജാമിന്റെ 30%, അതായത് എത്ര ഗുലാം ജാമിന്റെ വോളിയം ഉണ്ടോ അതിന്റെ 30% ആണ് ഷുഗർ സിറപ്പ് ഉണ്ടാവുക കേട്ടോ. ദെൻ ഇവിടെ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 45 ഗുലാം ജാംസ്. 45 ഗുലാം ജാംസ് വരുന്ന ആ ഒരു ടിന്നില് എത്ര പെർസെന്റേജ് ആയിരിക്കും എന്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഷുഗർ സിറപ്പ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ അപ്പൊ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഗുലാം ജാം ഒന്നിനെ എടുത്ത് പുറത്തോട്ടൊന്ന് വരച്ചു നോക്കാം അല്ലെ. ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ് ഫിഗർ വരയ്ക്കാം. സോ ഒരു സിലിണ്ടർ ഷേപ്പ്, നമ്മുടെ ഗുലാം ജാമിൽ സിലിണ്ടർ ഷേപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സിലിണ്ടർ ഷേപ്പ്. പിന്നെ 2 എൻഡിൽ 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഒരു ഹെമിസ്ഫിയർ, ദെൻ ഇവിടെ ഒരു ഹെമിസ്ഫിയർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗുലാം ജാമിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ തന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ലെങ്ത് 5 ആണ്. ദാറ്റ് മീൻസ് ദിസ് ടോട്ടൽ ലെങ്ത് ഇസ് 5 സെന്റിമീറ്റർ. ടോട്ടൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഡയമീറ്റർ 2.8. അതായത് ഇവിടെ വരുന്ന ഈ ഒരു ഡയമീറ്റർ 2.8. ഇവിടെയും ഡയമീറ്റർ സെയിം ആയിരിക്കും, 2.8 സെന്റിമീറ്റേഴ്സ് ആണ് വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്ക് വോളിയം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗുലാം ജാമിന്റെ വോളിയം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുക? ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫിഗർ അല്ലെ. കോമ്പിനേഷൻ ആണ് സിലിണ്ടർ ആൻഡ് 2 ഹെമിസ്ഫിയേഴ്സ്. അപ്പൊ നമ്മൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ കൂടെ ഈ 2 ഹെമിസ്ഫിയേഴ്സിന്റെ വോളിയം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ ഗുലാം ജാമിന്റെ വോളിയം കിട്ടുന്നത്. ഓക്കെ, ആ വോളിയം ഒരു ഗുലാം ജാമിന്റെ ആണ്. ഓക്കെ, ഓൺലി 1. ബട്ട് ഇൻ ദിസ് ടിൻ ടോട്ടൽ 45 ഗുലാം ജാംസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 45 ഗുലാം ജാംസ്. അപ്പം 45 ഗുലാം ജാംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിന്റെ വോളിയം കിട്ടിയിട്ട് 45നോട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, സോ അപ്പൊ അത്രയും ഗുലാം ജാംസിന്റെ 30% ആണ് ഷുഗർ സിറപ്പ്. അപ്പൊ ആ കിട്ടിയ എമൗണ്ടിന്റെ 30% നമ്മൾ കാണണം. ഓക്കെ, ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഗുലാം ജാം എടുത്ത് ആ ഒരു ഗുലാം ജാമിന്റെ വോളിയത്തിന്റെ 30% കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു എമൗണ്ട് ടോട്ടൽ 45 ഗുലാം ജാംസ് അല്ലെ, അതിനെ 45 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗുലാം ജാമിന്റെ വോളിയം കണ്ടിട്ട് 45നോട് ഇൻറ്റു ചെയ്യാം. സോ അതിന്റെ 30%. ഓക്കെ, 2 ടൈപ്പിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗുലാം ജാമിന്റെ വോളിയം ഫൈൻഡ് ചെയ്യണം. സോ ആ വോളിയം ഫൈൻഡ് ചെയ്യുന്നത് നമുക്ക് സിലിണ്ടറിന്റെ വോളിയം വേണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഇക്വേഷൻ എഴുതാം, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തായാലും നമുക്കറിയാം സിലിണ്ടർ എടുക്കുന്നത് കൊണ്ട് സിലിണ്ടറിന്റെ കേസിൽ πr²h ദാറ്റ് ഇസ് ദി വോളിയം. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം അല്ലെ. സിലിണ്ടറിന്റെ ഹൈറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് ഇതാ ഇവിടെ ഡയമീറ്റർ ആണ്, അത് റേഡിയസ് വേണം. 2.8 ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം
ഡി ഡയമീറ്റർ 2.8 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഹാഫ് ഓഫ് ദി ഡയമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 1.4 ആയിരിക്കും അല്ലെ. 2.8ന്റെ ഹാഫ് എന്താണ്? 1.4 ആണ്. സോ അപ്പൊ 1.4 ആണ് റേഡിയസ് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ഇവിടെ റേഡിയസ് ഇതുവരെയാണ് റേഡിയസ് വരുന്നത് അല്ലെ. ഇതുവരെയാണ് റേഡിയസ്. അത് 1.4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താണ്? റേഡിയസ് ആണ്. നമ്മൾ മുന്നേ സർഫസ് ഏരിയ പഠിച്ച സമയത്ത് ഹെമിസ്ഫിയറിന്റെ കേസിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് ആ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് ആയിട്ടും വരിക. ഹൈറ്റും റേഡിയസും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഹൈറ്റ് 1.4 ആണ്. അപ്പൊ ഇത്രയും ഹൈറ്റ് 1.4 ആണ്. അതുപോലെ ഇവിടെയും ഹൈറ്റ് 1.4 ആണ്. ദെൻ ടോട്ടൽ ഹൈറ്റ് 5 ആണ്. അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് എങ്ങനെ കിട്ടും? സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് നമ്മൾ h എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ടറിന്റെ ഹൈറ്റ്. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ഗുലാം ജാമിന്റെ ഹൈറ്റ് മൈനസ് എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഈ ഒരു സൈഡ് വരുന്ന ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് ഒരു ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് 1.4 ആണ്. ഇവിടെയും 1.4 ആണ്. അപ്പൊ ടോട്ടൽ അത് 2.8 വന്നു. ഇനി ഈ ഒരു ടോട്ടൽ ഗുലാം ജാമിന്റെ ഹൈറ്റ് നിന്ന് രണ്ട് സൈഡിൽ വരുന്ന ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 2.8. അത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 5 മൈനസ് 2.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ 5 മൈനസ് 2.8. ഓക്കെ, സോ അപ്പൊ ഇവിടെ 10 നിന്ന് 8 പോയാൽ then 2 വരും. ഇവിടെ 4 ആയി 4 നിന്ന് 2 പോയാൽ 2 വരും. ദാറ്റ് മീൻസ് 2.2. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് 2.2. ഓക്കെ, 2.2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സെന്റിമീറ്ററിലാണ് യൂണിറ്റ് കേട്ടോ. സെന്റിമീറ്റർ ആൻഡ് ഇവിടെയും സെന്റിമീറ്റർ. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്താണ്? 2.2 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഇസ് 2.2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വോളിയം ഓഫ് ഗുലാം ജാം ആണ് കേട്ടോ. വോളിയം ഓഫ് ഗുലാം ജാം is equal to volume of cylinder. സിലിണ്ടർ ആണ് ആ ഗുലാം ജാമിന്റെ സെന്റർ പോർഷനിൽ വരുന്നത്. പ്ലസ് 2 ഇൻറ്റു രണ്ട് സൈഡില് ഹെമിസ്ഫിയേഴ്സ് ആണ്. അപ്പൊ 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഓക്കെ, ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ ദാറ്റ് ഇസ് 2/3 പൈ ആർ ക്യൂബ് ആണ്. 2/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കണം അല്ലെ. രണ്ട് കേസസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 4/3 ആയിട്ട് മാറും. അപ്പൊ ഇവിടുന്ന് കോമൺ ആയിട്ട് പൈ ആർ സ്ക്വയർ എച്ചിനെ പുറത്തെടുത്തിട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താണ് ഹൈറ്റ്? സിലിണ്ടറിന്റെ ഹൈറ്റ് 2.2 കിട്ടിയിട്ടുണ്ട്. പിന്നെ സിലിണ്ടറിന്റെ കേസിൽ റേഡിയസ് ആയാലും ഹെമിസ്ഫിയറിന്റെ കേസിൽ റേഡിയസ് ആയി കഴിഞ്ഞാലും അതെന്താണ്? 1.4 ആണ് അല്ലെ. റേഡിയസ് 1.4. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് ചെയ്താലും നോ പ്രോബ്ലം. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഇത് പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2 ഇൻറ്റു 2 എന്തായി? 4 ആയി. അപ്പൊ 4/3 പൈ ആർ ക്യൂബ് ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ കോമൺ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇസ് കോമൺ. പൈ ആർ സ്ക്വയർ കോമൺ ആണെങ്കിൽ ഇൻസൈഡ് എന്ത് വരും? എച്ച് പ്ലസ് 4/3 ആർ വരും. ഒരു ആർ ഓൾറെഡി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ എച്ച് പ്ലസ് 4/3 ആർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് ചെയ്യുമ്പോൾ പൈ ഇസ് 22/7. എവിടെയും നമ്മളോട് വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 22/7 എടുക്കാം. ദെൻ ഇൻറ്റു ആറ്. 1.4 ആണ്. 1.4 ഇൻറ്റു 1.4
ദെൻ ഇനി ബ്രാക്കറ്റിൽ എച്ച് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഇസ് 2.2 പ്ലസ് 4/3 ഇൻടു ഒരു ആറും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് 1.4. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ 7 ആണ്, 7ല് 1.4 എന്ന് പറയുന്നത് 0.2 ടൈംസ് ആണ്. അപ്പൊ അവിടെ നമുക്കൊരു ക്യാൻസലിംഗ് പോസിബിൾ ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ദാ ഇവിടെ കുറച്ച് ഇൻടു ചെയ്യാനുണ്ട്, ദെൻ അതിനുശേഷം ഇവിടെ 3 ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ 4/3 ഇൻറ്റു 1.4 ആണ്. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 1.33 സംതിങ് വരും. അതിന്റെ കൂടെ ഇൻറ്റു 1.4 ഇൻറ്റു ചെയ്യുമ്പോൾ 1.86 ആണ് വരുന്നത്. ആ വാല്യൂവിനോട് നമുക്ക് ഇവിടുത്തെ 2.2 ആഡ് ചെയ്യണം. അപ്പൊ പ്ലസ് 2.2 ആഡ് ചെയ്യുമ്പോൾ 4.06 ആണ് വരുന്നത്. അതായത് ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേംസിന്റെ വാല്യൂ വരുന്നത് 4.06 ആണ്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കൊടുക്കാം. 4.06 ഇവിടെ നമുക്ക് 4.06 കിട്ടി. ഇനി ഇവിടെ ബാക്കി വരുന്ന ടേംസ് 22 ഇൻറ്റു 0.2 ഇൻറ്റു 1.4 ആണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇൻറ്റു 4.06. ഓക്കെ, ബ്രാക്കറ്റിലുള്ളത് 4.06 കിട്ടി. ഇനി നമുക്ക് എല്ലാരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഗുലാം ജാമിന്റെ വോളിയം എടുക്കാം. സോ 22 ഇൻറ്റു 0.2 ഇൻറ്റു 1.4 ഇൻറ്റു 4.06. സോ ആൻസർ ഇസ് 25.0096 ആണ്. അപ്പൊ നമുക്ക് അതേപോലെ എടുക്കാം അല്ലെ. പിന്നെ 00 ആണ് വരുന്നത്, ചെറിയൊരു വാല്യൂ ആണ്. അപ്പൊ 96 ആണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 25.1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 25.0096 ആയിട്ട് തന്നെ എടുക്കാം. ഇവിടെ സെന്റിമീറ്റർ ആണ്, വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി വോളിയം ഓഫ് 1 ഗുലാബ് ജാം. ഒരു ഗുലാബ് ജാമിന്റെ വോളിയം ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്, ടോട്ടൽ 45 അല്ലെ, അങ്ങനെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. എത്ര ഗുലാബ് ജാംസ് ഉണ്ടായിരുന്നു? 45 ഗുലാബ് ജാംസ് ഉണ്ടായിരുന്നു. യെസ്, 45 കണ്ടോ, 45 ഗുലാബ് ജാംസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തത് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് 30% ഓഫ് ഇറ്റ്സ് വോളിയം ആണ്. അതായത് ഇപ്പൊ ഒരു ഗുലാബ് ജാം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗുലാബ് ജാമിന്റെ വോളിയത്തിന്റെ 30% ആണ് ഷുഗർ സിറപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ വോളിയം ഇൻറ്റു അതിന്റെ 30% ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, 45നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നമുക്കിനി എത്ര വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ആണ് ചെയ്യാനുള്ളത്? അപ്പൊ 45 ഗുലാബ് ജാംസിന്റെ വോളിയം നമുക്കൊന്ന് ചെയ്യാം. ഗുലാബ് ജാംസിന്റെ വോളിയം എന്ത് വരും? 45 ഇൻറ്റു 25.0096 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഗുലാബ് ജാമിന്റെ വോളിയം. ഇതിന്റെ 30% ആണ്, ഇൻറ്റു 30% ആണ് എന്ത് വരുന്നത്, ഷുഗർ സിറപ്പ് വരുന്നത്. അപ്പൊ ഒരു ഗുലാബ് ജാമിന്റെ 30% ഷുഗർ സിറപ്പ് വരും. അത് ചെയ്തിട്ട് അതിനെ 45നെ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അപ്പം ഷുഗർ സിറപ്പ് വോളിയം ഓഫ് ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, 30% ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതണം എന്നില്ല.
ഇവിടുന്ന് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതാ ഇവിടെ എഴുതുമ്പോൾ 45ന്റെ കൂടെ ഇൻറ്റു 25.0096 ഇൻറ്റു 30% ഇൻറ്റു 30% ആണ്. അപ്പൊ 45 ഗുലാം ജാംസ് ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് ഇവിടെ തന്ന ഫിഗറിൽ ആ ഒരു ടിന്നിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ 45 ഗുലാം ജാംസ് ഉണ്ട്. അപ്പൊ ഒരു ഗുലാം ജാമിന്റെ വോളിയം ആണ് നമുക്ക് ഇതാ ഈ കിട്ടിയിട്ടുള്ളത്. അങ്ങനത്തെ 45 ഗുലാം ജാംസ് ഉണ്ട്. സോ 45നോട് ഇൻറ്റു ചെയ്യണം, ദെൻ അതിന്റെ 30% എടുക്കണം. അപ്പൊ നമുക്കിനി കാൽക്കുലേഷൻസ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് 25ന്റെ 25.0096. So 25.0096 is 30%. That means into 30 divided by 100. So answer is 7.50288. That is ഷുഗർ സിറപ്പ് എത്ര 30% ഓഫ് ഷുഗർ സിറപ്പ് ആണ്. അപ്പം 1 ഗുലാം ജാം വരുമ്പം എത്ര പെർസെന്റേജ് ഓഫ് ഷുഗർ സിറപ്പ് ഉണ്ടാവുന്നതാണ്? 30% ആണ്. അപ്പൊ വാല്യൂ കിട്ടിയിട്ടുള്ളത് 7.50288 ആണ്. സോ 7.50 എടുക്കാം നമുക്ക്. 7.50. സോ അത് 7.50 എന്ന് പറയുന്നത് ഒരു ഗുലാം ജാം വരുമ്പം ഷുഗർ സിറപ്പിന്റെ വോളിയം ആണ്. അതായത് ഒരു ഗുലാം ജാമിലാണ് 30% വരുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ 7.50 ആണ് എന്ത് വരുന്നത്? ആ ഒരു ടിന്നിൽ ഒരു ഗുലാം ജാം ആണെങ്കിൽ അവിടെ ഷുഗർ സിറപ്പിന്റെ വോളിയം വരുന്നത്. സോ നമുക്ക് അങ്ങനത്തെ എത്രയുണ്ട്? 45 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 45ഉം കൂടെ ചെയ്യണം. ഓക്കെ, സോ ഇത് വന്നിട്ടുള്ളത് ഒരു ഗുലാം ജാം വരുമ്പം ഷുഗർ സിറപ്പിന്റെ വോളിയം ആണ് 7.50 എന്ന് പറയുന്നത്. അങ്ങനത്തെ 45 ഗുലാം ജാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 45 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. 45 into 7.50. So 7.50 is 337.5 ആണ്. 337.5. ഇവിടെ വോളിയം ആണ് നമ്മൾ ചെയ്യുന്നത്. വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ അപ്പൊ ഇവിടെ 45 ഗുലാം ജാംസിന്റെ ഒരു ടിന്നാണ്. സോ അതിൽ വരുന്ന ഷുഗർ സിറപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് 337.5 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചധികം ചെയ്യാനുണ്ടായിരുന്നു സ്റ്റെപ്പ്. ബട്ട് എന്താണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഗുലാം ജാമിന്റെ ഒരു ടിന്നാണ് തന്നത്. നമുക്കറിയാം ഗുലാം ജാംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഗുലാം ജാമിന്റെ ഷേപ്പ് എന്താണ്? ഇവിടെ തന്ന ഗുലാം ജാമിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടർ, ദെൻ 2 എൻഡ്സിൽ ഹെമിസ്ഫിയർ, അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യം ആ ഒരു ഗുലാം ജാമിന്റെ വോളിയം ചെയ്തു. ദെൻ ആ വോളിയത്തില് 45 ഗുലാം ജാംസ് ഉണ്ട്. ആ ഒരു ടിന്നിൽ ആ ഒന്നിന്റെ വോളിയം ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടുക. അങ്ങനത്തെ 45 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 45നോട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 45 ഗുലാം ജാംസിന്റെ വോളിയം കിട്ടും. ദെൻ അത്രയും വരുന്ന ഗുലാം ജാംസിന്റെ വോളിയത്തിന്റെ 30% ആണ് ഷുഗർ സിറപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആൻസറിന്റെ 30% കാണുന്നു. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് 1 ഗുലാം ജാമിന്റെ വോളിയം ഉണ്ട്. അതിന്റെ 30% ആണ് എന്ത്? ഷുഗർ സിറപ്പ്. അപ്പൊ നമുക്ക് 7.50 ആണ് ഷുഗർ സിറപ്പിന്റെ വോളിയം കിട്ടിയത്. അതായത് ഒരു ഗുലാം ജാം വരുമ്പോൾ ഉണ്ടാവുന്ന ഷുഗർ സിറപ്പ്. അങ്ങനത്തെ 45 ഗുലാം ജാംസ് വരുന്നുണ്ട്. സോ എന്ത് ചെയ്യണം? 45 into 7.50. So the answer is 337.5 centimeter cube. So this is the volume of sugar syrup. Okay, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ബട്ട് എന്താണ്, നമുക്ക് ചെയ്യാൻ എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഫിഗർ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഇസ് ഇൻ ദി ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് വിത്ത് കോണിക്കൽ 4 conical depression to hold pen. അപ്പൊ ഇവിടെ ഒരു പെൻ സ്റ്റാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ദാറ്റ് പെൻ സ്റ്റാൻഡ് ഇസ് ഗിവൻ. ഓക്കെ, അതിന്റെ ഫിഗർ ഇസ് ഗിവൻ ഇൻ ഹിയർ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ?
സോ ഇതെന്താണ്, ഇതാ ഇങ്ങനെ പെൻ, ഇതാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡ് വരുന്നത്. ദെൻ ആ ഒരു സ്റ്റാൻഡിൽ പെന്ന് ഹോൾഡ് ചെയ്ത ഒരു പിക്ചർ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ദ സ്റ്റാൻഡ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് ഷേപ്പിലാണ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. ദെൻ അതിൽ നമുക്ക് പെന്ന്, സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ പെന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, 4 ഡിപ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു പെന്നിന്റെ നമ്മുടെ ആ ഒരു എൻഡ് അല്ലെ, നമ്മുടെ ടിപ്പ്, ഒരു പെന്നിന്റെ ടിപ്പ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, ഏത് പെന്നായി കഴിഞ്ഞാലും അതിന്റെ ടിപ്പിൽ എന്ത് ഷേപ്പാ വരിക, ഒരു കോൺ ഷേപ്പാണ് അല്ലെ. ഒരു കോൺ ഷേപ്പിലാണ് നമ്മുടെ പെന്നിന്റെ ആ ടിപ്പ് ഇരിക്കുന്നത്. പെന്നായാലും പെൻസിലായാലും ഒക്കെ എന്തായിരിക്കും, കോൺ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. സോ അപ്പൊ അങ്ങനത്തെ 4 പെൻസ് നമുക്ക് ഒരു സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. The dimensions of the cuboid are, അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ക്യൂബോയിഡ് ആണ് അല്ലെ, ഒരു ക്യൂബോയിഡിലാണ് സ്റ്റാൻഡ് വന്നത്. അപ്പൊ ക്യൂബോയിഡിന്റെ കേസിൽ നമുക്ക് ഡയമെൻഷൻസ് വേണം. ക്യൂബോയിഡിലെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദാറ്റ് മീൻസ് dimensions of the cuboid is 15 centimeter, 10 centimeter and 3.5 centimeter. So അത് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആയിട്ട് എടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വെച്ചിട്ടൊന്നും നോ പ്രോബ്ലം. ഓക്കെ, തന്നിട്ടുണ്ട്. Then the radius of each of the depressions is 0.5 centimeter and the depth is 1.4 centimeter. അപ്പം ഇനി വരാൻ പോകുന്നത് ഈ ഒരു ഡിപ്രഷൻസ് ആണ്. അപ്പൊ ഈ ഡിപ്രഷൻസ് എന്ന് പറഞ്ഞാൽ പെന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ഡിപ്രഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാവുമ്പോൾ പെന്നിന്റെ ടിപ്പ് എന്താണ്, കോണിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ഡിപ്രഷനും എന്തായിരിക്കും, കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. എന്നാൽ മാത്രമേ അത് അവിടെ ഫിക്സ് ആവുള്ളൂ. നമ്മുടെ പെന്നിന്റെ ടിപ്പ് കോണിക്കൽ ഷേപ്പും നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ച ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്യൂബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ്, ഇപ്പൊ സിലിണ്ടർ തന്നെ ആക്കി വെച്ച പെൻ അവിടെ നിൽക്കുവോ, ഇല്ല, അത് അവിടെ നിന്ന് വീണു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കണം, അതേ ഒരു ഷേപ്പിലായിരിക്കണം ഇവിടുത്തെ ഡിപ്രഷനും ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 4 ഡിപ്രഷൻസ് ഇൻ ദി ഷേപ്പ് ഓഫ് എന്താണ്, കോൺ ആണ്. ഓക്കെ, കോണിന്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതിന്റെ ഡയമെൻഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ഈച്ച് ഓഫ് ദി ഡിപ്രഷൻ 0.5, ദാറ്റ് മീൻസ് റേഡിയസ് 0.5 ആണ്. അപ്പം കോണിന്റെ റേഡിയസ് ഉണ്ട് 0.5. ദെൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ഡെപ്ത് ഇവിടെ ഇത് ഡിപ്രഷൻ ആയതുകൊണ്ട് ഡെപ്ത് എന്ന് പറഞ്ഞത് നമ്മൾ നോർമലി ആ കോണിന് സെപ്പറേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ആ ഡെപ്ത് എന്തായിട്ട് കൺവേർട്ട് ആവും, നമ്മുടെ ഹൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. സോ ഹൈറ്റ് ഇസ് 1.4 centimeter. And find the volume of wood in the entire stand. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിലെ എൻറ്റയർ വുഡ് എത്ര വരുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഒരു വുഡിന്റെ കപ്പാസിറ്റി ചോദിച്ചു, ഇവിടെ എത്ര വുഡ് ഈ ഒരു പെൻ സ്റ്റാൻഡിൽ വരുന്നുണ്ട്. കാരണം ഇത് ഒരു ക്യൂബോയിഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു, അത് വുഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് 4 ഡിപ്രഷൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് പെന്ന് പെൻസിൽ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു പെൻസിലിന്റെ ടിപ്പ് എന്താണോ അതേ ഷേപ്പിലായിരിക്കണം അവിടെ നമ്മൾ ഹോൾസ് മേക്ക് ചെയ്യേണ്ടത്. സോ അപ്പൊ അതെന്താണ്, കോൺ ഷേപ്പിലാണ് ചെയ്തത് അല്ലെ. അപ്പൊ അത്രയും കോണ് അവിടുന്ന് നമ്മൾ ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ, കർവ്ഡ് ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡിപ്രഷൻസ് ആണ്. അപ്പൊ നമുക്ക് പെൻ അവിടെ നിൽക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ വുഡ് നമ്മൾ എന്തെടുക്കണം, അതിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ പെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ അവിടെ വുഡ് ഇല്ല അല്ലെ, ഈ ഹോൾസിനകത്ത് വുഡ് വരുന്നില്ല. ആ വുഡ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ പെന്ന് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ബാക്കി വരുന്ന വുഡിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വുഡ് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ടോട്ടലി ക്യൂബോയിഡ് ആയിരുന്നു. അപ്പൊ ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വരുന്ന വുഡാണ് ടോട്ടൽ. പക്ഷെ അതിൽ 4 ഡിപ്രഷൻസ് വന്നതുകൊണ്ട് സോ അത്രയും എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. അത്ര വുഡാണ് ഇവിടെ ഉണ്ടാവുക അല്ലെ. അപ്പം നമുക്ക് ഒരു കോണിന്റെ വോളിയം ചെയ്യാം. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 into വോളിയം ഓഫ് കോൺ. ഓക്കെ, സോ അത് എന്തെന്ന് മൈനസ് ചെയ്യണം, നമ്മുടെ ക്യൂബോയിഡിന്റെ വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫൈൻഡ് ദി വോളിയം ഓഫ് വുഡ് ഓഫ് ദി എൻറ്റയർ സ്റ്റാൻഡ് ആണ്. സോ ദി വോളിയം ഓഫ് ദി വുഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് 4 into വോളിയം ഓഫ് കോൺ അല്ലെ. 4 ഡിപ്രഷൻസ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ വി മൾട്ടിപ്ലൈങ് വിത്ത് 4. ഒന്നിന്റെ വോളിയത്തിൽ നിന്ന് 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് ദി ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എഴുതി നോക്കിയാലോ എങ്ങനെയാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്ക് ആദ്യം അതിന് എഴുതാം. വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം, ഇക്വേഷൻ എഴുതണം. സോ വോളിയം ഓഫ് വുഡ്, volume of wood in the entire stand, in the
and the entire stand is equal to, so എന്തൊക്കെ ചെയ്യണം നമ്മൾ? ഫസ്റ്റ് വോളിയം ഓഫ് ക്യൂബോയിഡ് ആണ്. വോളിയം ഓഫ് ക്യൂബോയിഡ്, ദെൻ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് അല്ല കേട്ടോ, കാരണം ഇവിടെ ഡിപ്രഷൻസ് ആണ്. അത്രയും വുഡ് നമ്മൾ എവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ മൈനസ്, ദെൻ 4 ഡിപ്രഷൻസ് ഉണ്ട്, കോണിക്കൽ ഷേപ്പിൽ വരുന്ന 4 ഡിപ്രഷൻ. സോ ദാറ്റ്സ് വൈ 4 into വോളിയം ഓഫ് കോൺ. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസർ ആയി. ഈ ഒരു എൻറ്റയർ വുഡിന്റെ വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മളെ വാല്യൂസ് ഒന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ക്യൂബോയിഡിന്റെ കേസിൽ 15 ആണ്. ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്. ഹൈറ്റ് നമുക്ക് 3.5 ഹൈറ്റും ഉണ്ട്. ഇത് ക്യൂബോയിഡിന്റെ കേസിലാണ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്ന ഡയമെൻഷൻ. ഇനി കോണിന്റെ കേസിലാവുമ്പോൾ അവിടെ റേഡിയസ് 0.5 ആണ്. റേഡിയസ് 0.5ഉം ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ ഡിപ്രഷൻ ആയതുകൊണ്ടാണ് ഡെപ്ത് എന്ന് യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് ദി ഹൈറ്റ്, ദാറ്റ് ഈസ് 1.4. സോ h is 1.4 സെന്റിമീറ്റർ. സോ ഓൾ വാല്യൂസ് ആർ ഇൻ സെന്റിമീറ്റർ. എല്ലാം സെന്റിമീറ്ററിലാണ് വാല്യൂസ് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് അടുത്തത് ഇക്വേഷൻ എഴുതുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇവിടെ വോളിയം ഓഫ് ക്യൂബോയിഡ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L ഇൻറ്റു B ഇൻറ്റു H, ദെൻ മൈനസ് 4 ഇൻറ്റു വോളിയം ഓഫ് കോൺ ആണ്. കോണിന്റെ വോളിയം എന്തായിരുന്നു? 1/3 pi r square h. ദാറ്റ് മീൻസ് 1/3 pi r square h. സോ ഇതാണ് നമ്മുടെ കോണിന്റെ വോളിയം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L is 15 into 10 into 3.5, then minus 4 into, അപ്പൊ ഇവിടെ 4 into 1/3 എന്ന് പറയുമ്പോൾ അത് 4/3 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് തന്നെ എഴുതാം. 4/3 into pi എന്ന് പറയുമ്പോൾ 22/7 into then r ആണ് അല്ലെ. r 0.5 ആണ് r. അപ്പൊ 0.5 into 0.5, then h is 1.4. h is 1.4. ഇനി നമുക്ക് ഇവിടെ ക്യാൻസലിംഗ് പോസിബിൾ ആണ് അല്ലെ. 7 and 1.4 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്തായിട്ട് മാറി? 0.2 ആയിട്ട് മാറി. ഈ ഒരു ക്യാൻസലിംഗ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, അത് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ക്യൂബോയിഡിന്റെ വോളിയം ചെയ്യാം. സോ ക്യൂബോയിഡിന്റെ വോളിയത്തിൽ 15 into 10 into 3.5, that is 525. Then minus, next നമുക്ക് ചെയ്യേണ്ടത് 4 into 22 into 0.5 into 0.5 into 0.2, then divided by 3 ആണ്. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. 4 into 22 into 0.5 into 0.5 into 0.2. So that is 4.4. Okay, നമുക്ക് 4.4 ആണ് കിട്ടിയത്. 4.4. 4 into 22 into 0.5 into 0.5 into 0.2. 4.4. Okay, 4.4 ഉണ്ട്. Then denominator ഇനി നമുക്ക് 3 മാത്രമേ ഉള്ളൂ. 7 ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 3. So answer is 1.46. Okay, 1.46 ആണ്. 1.46.
സോ നമ്മളെ എൻറ്റയർ ക്യൂബോയിഡിന്റെ വോളിയം എടുത്തു 525, ദെൻ മൈനസ് നമുക്ക് അവിടെ ഡിപ്രഷൻസ് കോൺ ഷേപ്പിലാണ്, അങ്ങനത്തെ 4 ഡിപ്രഷൻസ് ഉണ്ട്. സോ അപ്പം ഈച്ച് വൺ ചെയ്യുക, ദെൻ അതിനെ ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ അത് ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു 4 കോണിന്റെയും വോളിയം കിട്ടിയത് 1.46. ഇനി നമ്മളോട് ചോദിച്ചത് ഇവിടെ എൻറ്റയർ വുഡ്, ഓക്കെ, ഇപ്പൊ നമ്മുടെ പെന്നായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ പെൻ സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്ത ആ ഒരു സോളിഡിന്റെ എൻറ്റയർ വോളിയം ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ അകത്ത് ആ വരുന്ന 4 ഹോൾസ് ആണ്. അപ്പൊ അവിടെ വുഡ് ഉണ്ടാവില്ല അല്ലെ, ഹോൾസ് എന്ന് പറയുമ്പോൾ നോ വുഡ്, അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്. അപ്പൊ 525 മൈനസ് 1.46 ചെയ്യാം. ഓക്കെ, 525 minus 1.46, that is 523.54 വരും. 523.54, 523.54. സോ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, നമ്മുടെ പെൻ സ്റ്റാൻഡിന്റെ വോളിയം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പെൻ സ്റ്റാൻഡിന്റെ വോളിയം എന്ന് പറയുന്നത് അതിൽ ആ ഒരു യൂസ് ചെയ്ത വുഡിന്റെ വോളിയം. ഓക്കെ, വുഡ് യൂസ് ചെയ്തിട്ടാണ് ആ പെൻ സ്റ്റാൻഡ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് വോളിയം ചെയ്യാനാണ്. ബട്ട് ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെന്റ് സോളിഡ് ഫിഗേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത് ഓരോന്നിലും ഓരോരോ ഫിഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വോളിയത്തിന്റെ ഇക്വേഷൻസ് ആണ്. അതായത് ഡിഫറെന്റ് സോളിഡ് ഫിഗേഴ്സിന് ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ്. നമുക്ക് ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോണ്, സ്പിയർ, ഹെമിസ്പിയർ, ഇതൊക്കെയാണ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.